ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടൊമാറ്റോ പ്ലാന്റ്സിൽ നാച്ചുറൽ അല്ലാതെ ഹാൻഡ് പോളിനേഷൻ വഴി എങ്ങനെയാണ് കൂടുതൽ വിളവുകൾ ലഭിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുന്നോടിയായി നമുക്ക് എങ്ങനെയാണ് ടൊമാറ്റോ പ്ലാന്റ് ഫ്ലവറിൽ പരാഗണം നടക്കുക എന്നുള്ളത് നോക്കാം. ബൈസെക്ഷുവൽ ഫ്ലവറാണ് ടൊമാറ്റോ പ്ലാന്റ്സിൻ്റേത്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ പാർട്ട് ഇത് രണ്ടും ഒരു പൂവിൽ തന്നെയാണുള്ളത്. ഇതിൽ പിസ്റ്റൽ എന്നറിയപ്പെടുന്ന ഫീമെയിൽ പാർട്ട് 3 ഭാഗങ്ങൾ കൂടുന്നതാണ്, അതായത് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. പിസ്റ്റൽ അഥവാ കാർപ്പൽ എന്ന പേര് കൂടി ഇതിനുണ്ട്. ഫ്ലവറിലെ മെയിൽ പാർട്ടായ സ്റ്റെയ്മൻ, ആന്തർ, ഫിലമെൻ എന്നീ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ്. എന്നാൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ മെയിൽ ഓർ ഫീമെയിൽ പോർഷൻ ഇതിലേതെങ്കിലും ഒന്നേ കാണാറുള്ളൂ. മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട് ഉള്ളതിനാൽ പുറമേ നിന്നുള്ള പൂക്കളുടെ പൂമ്പൊടി ഇല്ലാതെ തന്നെ ടൊമാറ്റോ പ്ലാന്റ്സിൽ പരാഗണം നടക്കുന്നതാണ്. എന്നാൽ ടൊമാറ്റോ പ്ലാന്റ് ഫ്ലവറിൽ ഫീമെയിൽ പാർട്ടായ പിസ്റ്റൽ ഓർ സ്റ്റേമൻ ഗ്ലൂഡ് ടുഗദർ, അതായത് ഒരുമിച്ച് കൂടിച്ചേർന്നാണ് കാണപ്പെടുന്നത്. അതിനാൽ തന്നെ പൂക്കൾക്ക് പരാഗണത്തിനായിട്ട് ഒരു ചെറിയ വൈബ്രേഷൻ ആവശ്യമാണ്. പൂമ്പൊടി പുറമേ കാണാത്തതിനാൽ ഹണി ബീ, ബട്ടർഫ്ലൈ എന്നിവയുടെ സന്ദർശനം വളരെ വിരളം തന്നെ. 2 തരം ടൊമാറ്റോ പ്ലാന്റ്സ് ആണുള്ളത്, വൈൽഡ് ആൻഡ് ഡൊമസ്റ്റിക്. വൈൽഡ് ഫ്ലവേഴ്സിൽ ഫീമെയിൽ പോർഷനായി സ്റ്റെയ്മൻ ഓർ പിസ്റ്റൽ പുറമേ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ഫ്ലവേഴ്സിൽ ബട്ടർഫ്ലൈ, ഹണി ബീ ഇവയുടെ സഹായത്തോടു കൂടി പരാഗണം നടക്കാറുമുണ്ട്. സാധാരണ രീതിയിൽ കാറ്റ് അല്ലെങ്കിൽ വിൻഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ടൊമാറ്റോ പ്ലാന്റ്സിൽ പരാഗണം നടക്കാറുള്ളത്. എന്നാൽ പ്രകൃതിയിലെ ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ചും കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ, ഹൈ ടെമ്പറേച്ചർ, എക്സസീവ് മോയ്സ്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി, ചിലപ്പോൾ പോളിനേഷൻ നടക്കാതെ വരാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഹാൻഡ് പോളിനേഷൻ മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുവഴി കൂടുതൽ കായ്ഫലം ഉണ്ടാകുന്നതിനും നല്ല വിളവുകൾ ലഭിക്കുന്നതിനും കാരണമാകും. ഏതൊക്കെ രീതികൾ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യത്തെ മെത്തേഡ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇതിലെ വൈബ്രേഷനാണ് പൂക്കളിലെ പരാഗണം അല്ലെങ്കിൽ പോളിനേഷനായിട്ട് സഹായിക്കുന്നത്. പൂക്കളുടെ അഗ്രഭാഗമായ സ്റ്റേമിനൽ കോൺ, ആ ഭാഗങ്ങളിൽ നമ്മൾ ടൂത്ത് ബ്രഷ് ഇതുപോലെ ഉപയോഗിച്ച് ചെറിയൊരു വൈബ്രേഷൻ കൊടുക്കുകയാണെങ്കിൽ ഫീമെയിൽ പാർട്ടായ പിസ്റ്റൽ പോർഷനിലേക്ക് പൂമ്പൊടികൾ എത്തുവാനും ഇത് സഹായകരമാകുന്നു. ഹണി ബീസ്, ഫ്ലൈസ് ഇവയുടെ ചെറിയ വൈബ്രേഷനും ഇതുപോലുള്ള എഫക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് നേരമൊന്നും ഇങ്ങനെ ചെയ്യേണ്ടതില്ല, ചെറിയൊരു വൈബ്രേഷൻ മാത്രം മതിയാവും. കൂടുതൽ നേരമായാൽ പൂക്കൾ പൊഴിയാനും സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി ഇത്തരത്തിൽ പോളിനേഷൻ നടത്താം. ഗ്രീൻ ഹൗസുകളിൽ ടൊമാറ്റോസ് വളർത്തുന്നവർക്ക് നല്ലൊരു മാർഗ്ഗമാണ് ഇത്തരത്തിലുള്ള രീതി. ഗ്രീൻ ഹൗസിൽ എയർ സർക്കുലേഷൻ കുറവായതിനാൽ ഇത്തരത്തിലുള്ള ഹാൻഡ് പോളിനേഷൻ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു. മറ്റൊന്നാണ് ഇയർബഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതി. ഇവിടെയും ശ്രദ്ധാപൂർവം പൂക്കൾക്ക് ക്ഷതമേൽക്കാത്ത രീതിയിൽ ഇയർബഡ്സ് ഉപയോഗിച്ച് പൂക്കളുടെ മുകൾ ഭാഗത്തുനിന്ന് താഴേക്ക് സ്ട്രോക്ക് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ ഫോഴ്സിലല്ലാതെ സോഫ്റ്റായിട്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ രീതി പെയിൻറ് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇതിലും ഇയർബഡ്സ് കൊണ്ട് ചെയ്തതുപോലെ തന്നെ ലൈറ്റ് സ്ട്രോക്കാണ് ചെയ്യുന്നത്. മെയിൽ പോർഷനിലുള്ള പൂമ്പൊടി അല്ലെങ്കിൽ പോളൻ ഇങ്ങനെ ചെയ്യുന്നത് മൂലം താഴെ ഭാഗത്ത് നിന്ന് അഗ്രഭാഗത്തുള്ള ഫീമെയിൽ പാർട്ടിലേക്ക് പൂമ്പൊടികൾ മെല്ലെ വീഴുവാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള പോളിനേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൂക്കൾക്ക് ക്ഷതമേൽക്കാതെ അത് നശിച്ചു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അടുത്തത് ടാപ്പിംഗ് മെത്തേഡാണ്. ലൈറ്റ് ഫോഴ്സോടുകൂടി പൂക്കളിൽ തട്ടി കൊടുക്കുന്ന രീതിയാണിത്. ഗ്രീൻ ഹൗസിലൊക്കെ വളർത്തുന്ന ചെടികൾക്കാണ് ഇത് അധികവും പ്രയോജനപ്പെടുന്നത്. കാരണം കാറ്റിൻ്റെ അഭാവം
അതാണ് പരാഗണം നടക്കാതിരിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കിതുപോലെ ചെറിയ രീതിയിൽ വലിയ ശക്തിയില്ലാതെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ പൂക്കളിൽ വളരെ എളുപ്പത്തിൽ പരാഗണം സാധ്യമാകുന്നതാണ്. മെയിൽ പോർഷനിൽ നിന്ന് ഫീമെയിൽ പോർഷനിലേക്ക് പൂമ്പൊടി എത്തിക്കാനുള്ള മാർഗ്ഗമാണ് ഇതെല്ലാം. പൂമ്പൊടികൾ പരാഗണത്തിനായിട്ട് എത്തുന്നത് മെയിൽ പോർഷനിൽ നിന്ന് ഫീമെയിൽ പോർഷനിലേക്ക് എത്തുന്നത് പലപ്പോഴും ഗ്രാവിറ്റി മൂലമാണ്. കാറ്റിൻ്റെ അഭാവം അല്ലെങ്കിൽ ചെടികൾ അടുപ്പിച്ച് നടുന്നത് അതെല്ലാം ഒരു കാരണമാകാറുണ്ട്. പിന്നെ ചൂട് കൂടിയ സമയങ്ങൾ, ഹ്യൂമിഡിറ്റി കൂടിയ സമയങ്ങൾ, ഇതിനെല്ലാം കാരണമാകാറുണ്ട്. ചെടികൾ മുഴുവനായി വളരെ ശക്തിയല്ലാത്ത രീതിയിൽ ചെറിയ തോതിൽ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് അടുത്തത്. കാറ്റ് ആവശ്യത്തിന് ലഭിക്കുന്ന സ്ഥലത്താണ് നട്ടിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഗ്രീൻ ഹൗസുകളിൽ വളർത്തുന്ന ചെടികൾക്കാണ് ഇവ കൂടുതൽ പ്രയോജനപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പല രീതികളിൽ നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്യാൻ സാധിക്കും. ഗ്രീൻ ഹൗസ്, പോളി ഹൗസ് ഇവയിലൊക്കെ വളർത്തുന്ന ചെടികൾക്കാണ് ഇത് കൂടുതലും പ്രയോജനം ചെയ്യുക. ഗ്രീൻ ഹൗസുകളുടെ ഡോറുകൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വായുസഞ്ചാരം ഉറപ്പാക്കുന്നതും ചെടികൾ തമ്മിലുള്ള നിശ്ചിത അകലം ക്രമീകരിക്കുന്നതുമെല്ലാം പ്രയോജനം ചെയ്യുന്നവയാണ്. ഈ രീതിയിൽ പോളിനേഷൻ ചെയ്തു കൊടുത്തു എന്നുകൊണ്ട് മാത്രം വിളവുകൾ ധാരാളം ലഭിക്കണമെന്നില്ല. ചെടികളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. ചെടികളുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ വളക്കൂട്ടുകൾ ഇവയാണ് ഏറ്റവും പ്രധാനം. ടാപ്പിംഗ് അല്ലെങ്കിൽ ഷെയ്ക്കിംഗ് മെത്തേഡിൽ നമുക്ക് കൈകൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല. പെൻസിൽസ്, സ്റ്റിക്ക് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. പൂക്കൾ നന്നായി വിടർന്നിരിക്കുമ്പോൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. പോളിനേഷനുള്ള പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ടൈമാണ്. 6 മുതൽ 11 വരെയുള്ള സമയം. ഇതാണ് ഐഡിയൽ ടൈമായിട്ട് പറയപ്പെടുന്നത്. കൂടാതെ വിളവുകൾ മെച്ചപ്പെടാനുള്ള മറ്റൊരു ഉപാധിയാണ് പ്രൂണിങ് ആൻഡ് സപ്പോർട്ടിങ്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ടൊമാറ്റോ പ്ലാന്റ്സ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ, അവയുടെ പരിപാലന രീതിയെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. ഗ്രീൻ ഹൗസിലൊക്കെ പ്രത്യേകിച്ചും കൃഷി ചെയ്യുന്നവർക്ക് നല്ലൊരു മെത്തേഡാണ് ഈ കാര്യങ്ങളെല്ലാം. തക്കാളി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോസിലൂടെ നമുക്ക് കാണാം. അടുത്തൊരു സബ്ജക്റ്റുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.